സർക്കാർ തലത്തിലുള്ള പരിശീലന പരിപാടികൾ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കാനായി കാഞ്ഞങ്ങാട് അരയി ഗുരുവനത്ത് നിർമ്മിച്ച യൂത്ത് ഹോസ്റ്റൽ തുറന്നു. മണ്ഡലം എംഎൽഎ ഇ ചന്ദ്രശേഖരൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവഴിച്ചാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരയി ഗുരുവനത്ത് സർക്കാർ പരിശീലന പരിപാടികൾ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കാൻ പാകത്തിലുള്ള പ്രത്യേക യൂത്ത് ഹോസ്റ്റൽ നിർമ്മിച്ചത്. 10,180 ചതുരശ്രയടി വിസ്തീർണത്തിൽ പണിതീർത്ത കെട്ടിടത്തിൽ കോൺഫറൻസ് ഹാൾ, ഡോർമിറ്ററികൾ, വിവിധ വലിപ്പത്തിലുള്ള മുറികൾ, യോഗ ഹാൾ, അടുക്കള എന്നിങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മണ്ഡലം എംഎൽഎ ഇ ചന്ദ്രശേഖരൻ യൂത്ത് ഹോസ്റ്റൽ നാടിനായി സമർപ്പിച്ചു. നിങ്ങൾ ആലോചിക്കും, കുഞ്ഞിൻ്റെ മേലെ ആരോഗ്യമില്ലാത്തടത്ത് എന്തിനാണെങ്കിലും യൂത്ത് ഹോസ്റ്റൽ. ഇതിന് തൊട്ടപ്പുറത്ത് 82 ഏക്കറിൽ വ്യവസായ പാർക്ക് നിൽക്കുകയാണ്. കാഞ്ഞങ്ങാട് വ്യവസായ പാർക്ക്, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രദേശങ്ങളും മടിക്കൽ പഞ്ചായത്തിലെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് കാഞ്ഞങ്ങാട് വ്യവസായ പാർക്കിന്റെ സ്ഥലം. ഈ വ്യവസായ പാർക്കിന് ഈ ഭൂമി കണ്ടെത്തി അനുവദിക്കുന്നതും ഈ ഗവൺമെന്റിന്റെ കാലം, 16-21 ഗവൺമെന്റ് കാലം. അപ്പോൾ അവരെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുക. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 65 ഏക്കറിലധികം ഇപ്പോൾ അതിൽ വ്യത്യസ്ത കമ്പനികൾക്ക്, വ്യവസായികൾക്ക് ഇപ്പോൾ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് വ്യവസായം ആരംഭിക്കാൻ. അങ്ങനെ ആരംഭിച്ചു, അങ്ങനെ കൊടുത്താൽ അവരവിടെ ആരംഭിക്കുന്ന പുതിയ വികസനം, പുതിയ വ്യവസായം ഈ നാടിന്റെ വ്യവസായം. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ വി രമേശൻ അധ്യക്ഷനായി. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രകാശൻ പള്ളിക്കുടിയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഷെരീഫ്, കെ ജയപാലൻ, കെ വത്സലൻ, പ്രഭാകരൻ വാഴുന്നോറടി, പി രാജു, രാഹുൽ നിലാങ്കര, UK ജയപ്രകാശ്, ഷാജി പൂങ്കാവനം എന്നിവർ സംസാരിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ ബെന്നി ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.